ഇന്നത്തെ വീഡിയോയിൽ അടുക്കളയിലെ പല ഭാരപ്പെട്ട പണികളും വളരെ എളുപ്പത്തിൽ ആക്കി തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. നിങ്ങൾക്ക് എന്തായാലും വെർത്ത് തന്നെയാണ് ഇത് വാങ്ങി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബട്ടർഫ്ലൈ ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സറാണ്. ആദ്യം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ ബോഡി വരുന്നത്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അഴുക്കായാലൊന്നും അങ്ങനെ അറിയത്തൊന്നുമില്ല. ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുക്കുകയാണ്. ഇതെല്ലാത്തിൻ്റെ മൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സറും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി കാർഡ് ഉണ്ട് കേട്ടോ. വാറണ്ടി ഉണ്ട്. അതിന് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. ഞാൻ യൂസ് ചെയ്തപ്പോൾ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ സക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ ആ മിക്സിയുടെ ബോഡീൻ്റെ താഴെയുള്ള സക്ഷൻ പവർ ഭയങ്കരമായിട്ട്, അതായത് പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയുന്ന സമയത്ത് അങ്ങനെ കുലുങ്ങി കളിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ ടോട്ടൽ 5 ജാറാണ് കേട്ടോ വരുന്നത്. ഓരോ ജാറുകളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ എല്ലാം തന്നെ. ബട്ടർഫ്ലൈ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ബട്ടർഫ്ലൈ ബ്രാൻഡ് നല്ല ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ അവർ ഇറക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ ജാറ്. ഇതിനകത്ത് നമുക്ക് ദോശമാവ് അരയ്ക്കാനും ഇഡ്ലി മാവ് അരയ്ക്കാനും വെള്ളപ്പത്തിന് മാവ് അരയ്ക്കാനും ഒക്കെ, നമുക്ക് അരി അരയ്ക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജാറാണ്. അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട്. ഉണ്ടല്ലേ, ഈ രീതിയിലാണ് കേട്ടോ വരുന്നത്. 750 വാട്ടാട്ടോ ഈ മോട്ടറിൻ്റെ പവർ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ അരഞ്ഞു കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ഗ്രൈൻഡിങ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ജാറാണ്. ഇതിനകത്ത് നമുക്ക് കറിയിലേക്കൊക്കെ തേങ്ങ അരയ്ക്കാം. വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ അരയ്ക്കുന്ന തേങ്ങ അരയ്ക്കത്തില്ല, അതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. മീൻ കറിയിലേക്കൊക്കെ തേങ്ങ അരയ്ക്കാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ പ്രൊഡക്റ്റാണ് കേട്ടോ. അതിന് ഉള്ളിലിങ്ങനെ ഒരു മൂടി വരുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും അരയ്ക്കുന്ന സമയത്ത് തന്നെ. ടൈറ്റായിട്ടുള്ള ലിഡൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന ചട്നി ജാറാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഇട്ടപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ ഇതിൻ്റെ ഫോട്ടോയിലുള്ളത് റെഡ് ജാറാണ്, ചട്നി ജാറാണ്. പക്ഷേ ഇതാണ് കേട്ടോ, നിങ്ങൾക്ക് ലിങ്കിൽ നോക്കിയാൽ റെഡായിട്ടാണ് കാണുക. പക്ഷേ ഡിസൈൻ മാറിയതാണ് കേട്ടോ. അത് ഞാൻ അവരോട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞതാണ്. വെള്ളം ഒഴിക്കാതുള്ള മസാലയും ചട്നിയൊക്കെ നല്ല സൂപ്പറായിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ജ്യൂസർ ജാറാണ് കേട്ടോ വരുന്നത്. ജ്യൂസർ ജാർ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നല്ല ജ്യൂസർ ജാറാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ മിക്സിയാണ്. അതായത് ഒരുപാട് ഓവറായിട്ട് ആവശ്യമുള്ളവർക്ക്, അതായത് ഇപ്പം സ്ലൈസ് ചെയ്യാനും മറ്റും എല്ലാം വേണമെങ്കിൽ ആൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റത്തില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് നോർമലി ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ജാർ. അതായത് ചില ജാറിനകത്തൊക്കെ അരിച്ചെടുക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒന്നുമില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് അരയ്ക്കുക, എന്നിട്ട് നമുക്ക് തരിച്ചെടുക്കുക. അത്ര സിമ്പിൾ, അതായത് ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ല, ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുമാണ്, അഫോർഡബിൾ പ്രൈസുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഒരു നോർമൽ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ല യൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു പോകും, അരിയാനും കുഴയ്ക്കാനും എല്ലാം തന്നെ. ഇനി ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പ്രോസസ്സറാണ്. ഇതിൽ ഫുഡ് പ്രോസസ്സറിൽ 2 അറ്റാച്ച്മെൻ്റ് ആണ് വരുന്നത്. ചപ്പാത്തി മാവ് കുഴയ്ക്കാനുള്ള ബ്ലേഡും അതുപോലെ തന്നെ നമ്മുടെ ചോപ്പിംഗ് ബ്ലേഡും. നമുക്ക് ഉപ്പേരിക്കും എല്ലാത്തിനും നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടുന്ന ആ ഒരു ബ്ലേഡാണ് കേട്ടോ. അപ്പോൾ നല്ല യൂസാണ്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ളൊരു ജാറാണ്. വലിയതായിട്ട് തന്നെ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ഉപ്പേരിക്കും ഒക്കെ അരിഞ്ഞു കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടുന്നുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ മാവൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കുഴച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4000 സംതിങ് ആണ്. അത് ഞാൻ ഓൺലൈനിലുള്ളതും അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പിൽ പോയി കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് വളരെ വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. സാധാരണ ഫുഡ് പ്രോസസ്സറിൻ്റെ റേറ്റ് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വർത്തും റേറ്റിൻ്റെ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ പ്രൈസ് വെച്ചിട്ട് നോർമൽ മിക്സിക്ക് തന്നെ വരും 4000 റുപ്പീസ്. അതിൽ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അത്രയും അഫോർഡബിൾ പ്രൈസിന് നല്ല വർത്തായിട്ട് തോന്നിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവും ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുവരെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.